വിജയേട്ടന് കഴിവൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ആ അത് മതി. പക്ഷേ നമുക്ക് 2 പെമ്മക്കളാണ്. അതുകൊണ്ട് ബിസിനസ് ചെയ്യാൻ പാടില്ലേ? എന്നല്ല, നമ്മളൊരു ചിട്ടി ചേർന്നിട്ടില്ല, ഒരു LIC ഇല്ല. ചിട്ടിയൊക്കെ തട്ടിപ്പാ, പിന്നെ LIC അത് ലാസ്റ്റ് കയ്യാ. എല്ലാ വഴി അടയുമ്പോ വലിയൊരു തുകയ്ക്ക് ഞാൻ LIC ചേരും. എന്നിട്ട് KSRTC ബസ്സോട് നേരം റോട്ടിൽ ചെന്ന് നിൽക്കും. ബാക്കി അവര് നോക്കിക്കോളും. നിനക്കും മക്കൾക്കും നല്ലൊരു തുകയും കിട്ടും. ഇപ്പൊ അതിന് സമയമായിട്ടില്ല. ആറാൻ പറ്റുന്ന വർത്തമാനേ പറയൂ. എങ്കിൽ സ്കൂളിന്റെ കാര്യം നീ മിണ്ടാതിരിക്കും. ശ്യാമേ, ബിസിനസ്സിൽ പണം കുറച്ച് പോയി. കാരണം എന്താ? ഞാൻ പലരെയും വിശ്വസിച്ചു. ആ പലരും എന്നെ ചതിച്ചു. പക്ഷെ ശ്യാമക്കറിയാം, നഷ്ടപ്പെട്ടത് ഒരു 2 ലക്ഷമാണെങ്കിൽ ഞാൻ പഠിച്ച പാഠങ്ങൾ ഏകദേശം ഒരു 25 ലക്ഷത്തിന്റെ. അതെന്ത് പാഠം? ഹ്യൂമൻ സൈക്കോളജി, മനുഷ്യ മനഃശാസ്ത്രം. ഏതൊക്കെ മനുഷ്യർ ഏതൊക്കെ സാഹചര്യങ്ങളിൽ എങ്ങനെയൊക്കെ പെരുമാറും എന്ന മനഃശാസ്ത്ര പാഠം. ഈ പാഠം ഏതാണ്ട് മുഴുവനായിട്ട് പഠിച്ചോ? പഠിച്ചു. ഈ പാഠം അടുപ്പത്തിട്ട് വേവിച്ച് പിള്ളേർക്ക് കൊടുത്താ അവരുടെ വിശപ്പ് മാറുമോ? യു ആർ ടു മെറ്റീരിയലിസ്റ്റിക്. അതുകൊണ്ടാണല്ലോ നീ നിന്റെ മാലയും വളയും പ്രധാനമായിട്ട് കണ്ടത്. വിജയേട്ടൻ അതിനി പറയരുത്. ഇല്ല ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും വിഷയങ്ങൾ സംസാരിക്കാം. ഉവ്വ്, വേറെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ കുറേ ഉണ്ട്. ദാ, എന്താ ഇത്? കറണ്ടിന്റെ വെള്ളത്തിന്റെ ഒക്കെ ബില്ല്. ഇതാണ് കുഴപ്പം. എവിടെ നോക്കിയാലും ബില്ലുകളാ. കറണ്ട് ബില്ല്, ടെലിഫോൺ ബില്ല്, വാട്ടർ ബില്ല്, മിൽക്ക് ബില്ല്, ഹോട്ടൽ ബില്ല്, ഹോസ്പിറ്റൽ ബില്ല്, അലക്ക് ബില്ല്, തേപ്പ് ബില്ല്. മനുഷ്യൻ എന്നാണാവോ ഈ ബില്ല്